നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരി കെ റൈസ് വിപണിയിലേക്ക്. സഞ്ചിയില്ലാത്തതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയില്ല. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ചൂട് കൂടും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ICC ടെസ്റ്റ് റാങ്കിംഗ്. ബൗളർമാരിൽ ആർ അശ്വിൻ വീണ്ടും ഒന്നാമൻ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാരിന്റെ ശബരി കെ റൈസ് വിപണിയിലേക്ക്. കെ റൈസിന്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിതരണ രംഗത്തെ ബദൽ ഇടപെടലാണ് കെ റൈസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം പുറത്തിറക്കിയ ഭാരത് അരിക്ക് ബദലായാണ് സംസ്ഥാന സർക്കാർ ശബരി കെ റൈസ് അരി എന്ന ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഭാരത് അരി കേന്ദ്രം വിതരണം ചെയ്യുന്നത് ലാഭം മുന്നിൽ കണ്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. 18 രൂപ 58 പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് കേന്ദ്രം 29 രൂപയ്ക്ക് വിൽക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ വീണ്ടും ഒന്നാമത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ 100ാം മത്സരത്തിൽ 9 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയതിന് പിന്നാലെയാണ് ഈ നേട്ടം. അതേസമയം ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ആദ്യ 10ൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ മറികടന്നാണ് അശ്വിന്റെ ഈ നേട്ടം. 870 റേറ്റിംഗ് പോയിന്റുമായാണ് അശ്വിൻ ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. ധർമ്മശാലയിൽ നടന്ന മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റും രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റുമാണ് അശ്വിൻ വീഴ്ത്തിയത്. 2015 നവംബറിലാണ് അശ്വിൻ ആദ്യമായി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.